ജാവയിലെ ഫൈനൽ കീവേഡ് എന്ന് കേട്ടാൽ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, മാറ്റമില്ലാത്തത്, നോ ചേഞ്ച്. ഒരിക്കൽ ഒരു കാര്യം ഫൈനൽ എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ആർക്കും കഴിയില്ല. ഫൈനൽ കീവേഡ് സാധാരണയായി ഉപയോഗിക്കുക താഴെ പറയുന്ന 3 കാര്യങ്ങളുടെ കൂടെയാണ്. 1 വേരിയബിളിൻ്റെ കൂടെ, 2 മെത്തേഡിൻ്റെ കൂടെ, 3 ക്ലാസിൻ്റെ കൂടെ. ആദ്യത്തേത് ഫൈനൽ വേരിയബിൾ. ഒരു പാറയിൽ എന്തെങ്കിലും നമ്മൾ കൊത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കാൻ കഴിയുമോ? ഇല്ല. അതുപോലെയാണ് ഫൈനൽ വേരിയബിളും. ഒരു തവണ ഫൈനൽ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊരിക്കലും അതിലെ വാല്യൂ മാറ്റാൻ കഴിയില്ല. ഇനി ഈ ചിത്രത്തിലെ എക്സാമ്പിൾ ഒന്ന് നോക്കിയാലോ. ഇതിൽ ഒരു ഫൈനൽ വേരിയബിൾ മാക്സിമം സ്പീഡ് എന്ന ഫൈനൽ വേരിയബിളിലേക്ക് 120 എന്ന വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് അതേ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ 150 എന്ന് ചേഞ്ച് ചെയ്യുന്നു. എന്നാൽ ഇത് ഫൈനൽ വേരിയബിളിൻ്റെ കാര്യത്തിൽ സാധ്യമല്ല. രണ്ടാമതായി വാല്യൂ ചേഞ്ച് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് എറർ ആയിരിക്കും ലഭിക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഫൈനൽ വേരിയബിളിൻ്റെ വാല്യൂ ഒരിക്കലും നമ്മൾക്ക് റീ അസൈൻ ചെയ്യാൻ സാധിക്കില്ല. അടുത്തതായി ഒരു മെത്തേഡിനെ ഫൈനലാക്കിയാൽ അത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഒരു മെത്തേഡിനെ ഫൈനലാക്കിയാൽ ആ മെത്തേഡിനെ ഒരിക്കലും നമ്മൾക്ക് സബ് ക്ലാസ്സിൽ ഓവർ റൈഡ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ നിങ്ങൾക്ക് 2 ക്ലാസ്സുകൾ കാണാം. കാൽക്കുലേറ്റർ എന്ന പേരൻറ്റ് ക്ലാസ്സും കാൽക്കുലേറ്റർ എന്ന പേരൻറ്റ് ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ബോണസ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സബ് ക്ലാസ്സും. ഇവിടെ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന പേരൻറ്റ് ക്ലാസ്സിൽ കാൽക്കുലേറ്റ് ബോണസ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. ഇതേ മെത്തേഡിനെ താഴെ സബ് ക്ലാസ്സിൽ ഓവർ റൈഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഇത് ജാവയിൽ അനുവദനീയമല്ല. കാരണം കാൽക്കുലേറ്റർ എന്ന ക്ലാസ്സിലെ കാൽക്കുലേറ്റ് ബോണസ് എന്ന് പറയുന്ന മെത്തേഡ് ഫൈനലായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാൽക്കുലേറ്ററിൻ്റെ ഒരു സബ് ക്ലാസ്സിലും ഈ മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യാൻ സാധിക്കില്ല. എറർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് കാൽക്കുലേറ്റർ എന്ന ക്ലാസ്സിലെ കാൽക്കുലേറ്റ് ബോണസ് എന്ന് പറയുന്ന മെത്തേഡിനെ ചേഞ്ച് ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ചില നിർണായക മെത്തേഡുകൾ, ഉദാഹരണത്തിന് പാസ്വേഡ് ചെക്കിംഗ്, ബാങ്ക് ലോജിക്, ഇതുപോലുള്ള മെത്തേഡുകൾ മാറ്റം വരുത്താൻ പാടില്ലാത്തവയാണ്. മറ്റൊരാൾ ആ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്ത് ലോജിക് മാറ്റി എഴുതിയാൽ അത് സെക്യൂരിറ്റിയെ ബാധിക്കും. ഇത് ഒഴിവാക്കാനാണ് ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് മെത്തേഡുകളെ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തതായി ഫൈനൽ ക്ലാസ്. ഒരു ക്ലാസ് ഫൈനൽ ആണെങ്കിൽ അതിനെ മറ്റൊരു ക്ലാസ്സിനും ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് ആ ക്ലാസ്സിന് സബ് ക്ലാസ്സസ് ഉണ്ടാവില്ല. ഇവിടെ കാണുന്ന ഉദാഹരണത്തിൽ ടാക്സ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതിനെ ഫൈനലായി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഈ ടാക്സ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് സ്പെഷ്യൽ ടാക്സ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ നമുക്ക് കിട്ടുക എറർ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വേരിയബിൾ ഫൈനലായി ഡിക്ലെയർ ചെയ്താൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. മെത്തേഡിൽ ഓവർ റൈഡിംഗ് തടയും. ക്ലാസ്സിലാണെങ്കിൽ ഇൻഹെറിറ്റൻസ് അനുവദിക്കില്ല. ഇതാണ് ജാവയിലെ ഫൈനൽ കീവേഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.